ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. കെ സുധാകരനെ മത്സരിപ്പിക്കുന്നതിൽ അനിശ്ചിതത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ആദ്യഘട്ടത്തിൽ പട്ടികയിൽ 50-ലേറെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്നാണ് സൂചന. കണ്ണൂരിൽ കെ സുധാകരനെ മത്സരിപ്പിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. കെ സുധാകരൻ ഡൽഹിയിലേക്ക് തിരിച്ചു. ഇന്ന് രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും കൂടിക്കാഴ്ച നടത്തും. സീറ്റ് സംബന്ധിച്ച തർക്കത്തിൽ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. വടക്കഞ്ചേരിയിൽ കിണറ്റിൽ വീണ കുട്ടിയെ രക്ഷിക്കുവാൻ പുറകെ ചാടിയ പിതാവ് മുങ്ങിമരിച്ചു. വടക്കഞ്ചേരിയിൽ കിണറ്റിൽ വീണ കുട്ടിയെ രക്ഷിക്കുവാനായി പുറകെ ചാടിയ പിതാവ് മുങ്ങിമരിച്ചു. വാരിയത്ത് വളപ്പിൽ വീട്ടിൽ മാരാത്തുകുന്ന് സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. 3 വയസ്സുകാരനായ മകനെ അയൽവാസിയായ യുവാവ് കിണറ്റിൽ ചാടി രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. കുട്ടിയെ തുടർ ചികിത്സയ്ക്കും നിരീക്ഷണത്തിനുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിഷ്ണുവിന്റെ മൃതദേഹം വടക്കഞ്ചേരിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് പുറത്തെടുത്തത്. ഇയാളെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മഞ്ഞപ്രയിൽ മധ്യവയസ്കൻ വെടിയേറ്റ് മരിച്ചു. പ്രതി പിടിയിൽ. അങ്കമാലി മഞ്ഞപ്ര കോതായി തോടിന് സമീപം മധ്യവയസ്കൻ വെടിയേറ്റ് മരിച്ചു. മഞ്ഞപ്ര സ്വദേശി ജോസാണ് മരിച്ചത്. പ്രതി പോലീസ് പിടിയിലായി. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് 6-നായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. അങ്കമാലി മഞ്ഞപ്ര കോതായി തോടിന് സമീപം കുളിക്കാനെത്തിയതായിരുന്നു ജോസ്. ഈ സമയം അവിടെ എത്തിയ പോളി ജോസിനു നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു. വട്ടിയൂർക്കാവിൽ തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് ബിജെപി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ. പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ലെന്നും ആർ ശ്രീലേഖ മാധ്യമങ്ങളോട് പറഞ്ഞു. മാറ്റം അനിവാര്യമാണ്. അതിനായി എൻഡിഎ സർക്കാർ അധികാരത്തിൽ വന്നാൽ മാത്രമേ വികസനം സാധ്യമാകൂ. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വട്ടിയൂർക്കാവിൽ എൻഡിഎക്ക് വോട്ട് ശതമാനം ഉയർന്നിട്ടുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ ബിജെപിയെ സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും അത് വലിയൊരു മുതൽക്കൂട്ടാകുമെന്നും ആർ ശ്രീലേഖ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ പ്രതികരിച്ചു. തീരുമാനം പാർട്ടിയുടേത്. അരൂരിൽ നിന്നും ആലുവയിലേക്ക് 29 കിലോമീറ്റർ ദൂരമേയുള്ളൂ. എം ആരിഫ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലുവ മണ്ഡലത്തിൽ നിന്നുള്ള സിപിഐഎമ്മിന്റെ സ്ഥാനാർത്ഥി എം ആരിഫിന് വൻ സ്വീകരണം. എറണാകുളത്തെ സിപിഐഎമ്മും എൽഡിഎഫും തീരുമാനിച്ചതനുസരിച്ചാണ് താൻ മത്സരിക്കുവാനായി ആലുവയിലെത്തിയത്. ആലപ്പുഴയിലെ താമസക്കാരനായ താൻ 2006-ലാണ് അരൂരിലെത്തിയത്. ഗൌരിയമ്മ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് അരൂർ. അവിടേക്കാണ് ആലപ്പുഴയിൽ നിന്നും തന്നെ മത്സരിക്കുവാനായി പാർട്ടി അയച്ചത്. അരൂരിൽ നിന്നും ആലുവയിലേക്ക് 29 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ആലുവയിൽ സിപിഐഎമ്മിന്റേത് ഉജ്ജ്വലമായ വിജയമായി മാറുമെന്നും എം ആരിഫ് കൂട്ടിച്ചേർത്തു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. 18-ാം ദിവസവും ഗൾഫ് മേഖലകളിൽ ഇറാന്റെ ആക്രമണം. യുഎഇയിൽ പുലർച്ചെ ആക്രമണം. 18-ാം ദിവസവും ഗൾഫ് മേഖലകളിൽ ഇറാന്റെ ആക്രമണം തുടരുന്നു. യുഎഇയിൽ പുലർച്ചെ ആക്രമണമുണ്ടായി. അബുദാബിയിലെ എണ്ണപ്പാടം ലക്ഷ്യമാക്കിയായിരുന്നു ഡ്രോൺ ആക്രമണം. ഷാഹ് ഓയിൽ ഫീൽഡിൽ തീപിടുത്തമുണ്ടായി. ആർക്കും പരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. പുലർച്ചെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണം ചെറുത്തതായി ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിലെ ഇന്ന് വിധി പറഞ്ഞേക്കും. പ്രതിക്ക് ഉയർന്ന ശിക്ഷ നൽകുമെന്ന് പ്രതീക്ഷയെന്ന് വന്ദനയുടെ പിതാവ്. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ഇന്ന് കോടതി വിധി പറഞ്ഞേക്കും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പോലീസ് ഉദ്യോഗസ്ഥർ, ഫോറൻസിക് വിദഗ്ധർ, ചികിത്സിച്ച ഡോക്ടർമാർ തുടങ്ങി 70-ലധികം സാക്ഷികളെയാണ് കേസിന്റെ ഭാഗമായി വിസ്തരിച്ചത്. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും ഹാജരാക്കിയിരുന്നു. പ്രതിക്ക് ഉയർന്ന ശിക്ഷ നൽകണമെന്ന് വന്ദനയുടെ പിതാവ് കെ.ജി. മോഹൻദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെന്നും വന്ദനയുടെ പിതാവ് പറഞ്ഞു. 27ഓളം തവണയാണ് മോളെ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചത്. പ്രാണരക്ഷാർത്ഥം ചുറ്റിനും ഓടി നടന്ന് എല്ലാവരെയും സഹായത്തിന് വിളിച്ചിട്ടും ആരും സഹായിച്ചില്ല. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.